നടി ആക്രമണത്തിനിരയായ സംഭവവുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ്, നാദിർ ഷാ എന്നിവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. 13 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ പുലർച്ചെ 1 മണിയോടെയാണ് വീഡിയോ റെക്കോർഡ് ചെയ്ത മൊഴികൾ വിശദമായി അപഗ്രഥിച്ച ശേഷം ആവശ്യമെങ്കിൽ ഇനിയും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തീരുമാനം. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ ദിലീപ് പറഞ്ഞു. അന്വേഷണ സംഘം തയ്യാറാക്കിയ ചോദ്യാവലി അടിസ്ഥാനമാക്കിയായിരുന്നു മൊഴിയെടുപ്പ് ആരംഭിച്ചത്. ഒരു ഘട്ടം പിന്നിട്ടതോടെ അത് സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിലേക്ക് കടന്നു. ദിലീപിന്റെയും നാദിർ ഷായുടെയും ഫോൺ കോൾ രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ഒപ്പം ഇവർ അടുത്ത കാലത്ത് നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും ചോദ്യം ചെയ്യലിന് അടിസ്ഥാനമായി ഉപയോഗിച്ചു. ഇരുവരുടെയും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളെ കേന്ദ്രീകരിച്ചും ചോദ്യങ്ങൾ ഉയർന്നു. ആദ്യം ഇരുവരെയും ഒന്നിച്ചിരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ ആരംഭിച്ചതെങ്കിലും ഇരുവരെയും 2 മുറികളിലേക്ക് മാറ്റി ചോദ്യം ചെയ്യൽ പിന്നീട് തുടർന്നു. ഇരുവരുടെയും മൊഴികളിലെ പൊരുത്തക്കേടുകളിൽ ഊന്നിയായിരുന്നു തുടർന്ന് ചോദ്യങ്ങൾ ഉയർന്നത്. കേസിന്റെ നാൾവഴികളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അന്വേഷണ സംഘം. നടി ആക്രമിക്കപ്പെട്ട ദിവസം മുതൽ ഇതുവരെ ഇരുവരുടെയും ഓരോ നടപടികളും അന്വേഷണ സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കി. വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ചില ഘട്ടങ്ങളിൽ നാദിർ ഷായുടെ മൊഴികളിലെ പൊരുത്തക്കേടാണ് ചോദ്യം ചെയ്യൽ നീളാൻ കാരണമായത്. ഉച്ചയ്ക്ക് 12:30 ആരംഭിച്ച ചോദ്യം ചെയ്യൽ അവസാനിക്കുമ്പോൾ പുലർച്ചെ 1 മണി പിന്നിട്ടിരുന്നു. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പുറത്തുവന്ന ദിലീപും നാദിർ ഷായും പുഞ്ചിരിച്ച് മാധ്യമങ്ങളെ നേരിട്ടു. എങ്കിലും കടുത്ത സമ്മർദ്ദം ഇരുവരുടെയും മുഖത്ത് പ്രകടമായിരുന്നു. വിശദമായി മൊഴി നൽകിയെന്നും ആവശ്യമെങ്കിൽ തുടർന്നും സഹകരിക്കുമെന്നും ദിലീപ് പ്രതികരിച്ചു. എന്റെ പരാതിയിൽ വിശദമായിട്ടുള്ള മൊഴിയെടുപ്പും ഈ കേസിനനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കും. എന്ത് ചോദ്യത്തിനും നമ്മൾ പോലീസിന്റെ കൂടെ ഉണ്ട്. കാരണം ഇത് സത്യം പറഞ്ഞാല് നമ്മളുടെ കൂടി ആവശ്യമാണ് ഇതിന്റെ സത്യം പുറത്തു വരാൻ. ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നത് ആലുവ പോലീസ് ക്ലബ്ബ് പരിസരത്തും സിനിമാ വൃത്തങ്ങളിലും പിരിമുറുക്കം സൃഷ്ടിച്ചു. അർദ്ധരാത്രി പിന്നിട്ടും ചോദ്യം ചെയ്യൽ നീണ്ടതോടെ നടൻ സിദ്ദീഖ്, നാദിർ ഷായുടെ സഹോദരൻ സമദ് എന്നിവർ പോലീസ് ക്ലബ്ബിലെത്തി. എന്നാൽ ഇരുവരെയും കാണാൻ ഇവർക്ക് അനുമതി ലഭിച്ചില്ല. ഒരു പകലും രാത്രിയും നീണ്ട പിരിമുറുക്കം അവസാനിച്ചത് പുലർച്ചെയോടെയാണ്. ഇരുവരുടെയും മൊഴി വീഡിയോ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇവ അപഗ്രഥിച്ച ശേഷം ആവശ്യമെങ്കിൽ ഇരുവരെയും ഇനിയും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.